പാകിസ്ഥാൻ ഇറങ്ങുകയാണ് ബലൂചിസ്ഥാനെ പൂട്ടാൻ പുതിയ തടങ്കൽ നിയമവുമായി. അപ്പോൾ ഈ ബലൂചിസ്ഥാനിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ഇവിടെ കുറേ പേർ കിടന്ന് പറയുന്നത്. അതിലെ സത്യാവസ്ഥ നമുക്കറിയില്ല. ഇന്ത്യ അത് പറയാത്തിടത്തോളം കാലം നമുക്കതിൽ സ്ഥിരീകരിക്കാനും കഴിയില്ല. പക്ഷേ ഇത്തരത്തിൽ ബലൂചിസ്ഥാനെ വലിഞ്ഞു മുറുകാൻ പാകിസ്ഥാൻ ലോകത്തൊരിടവുമില്ലാത്ത ഒരു നിയമവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ രക്ഷകനായി ഇന്ത്യ എത്തുമോ? പാകിസ്ഥാനകത്ത് പാകിസ്ഥാൻ കൊണ്ടുവരുന്ന നിയമങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പാകിസ്ഥാൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു നിയമം അവർ കൊണ്ടുവന്നാൽ അതെത്ര കഠിനമായിട്ടുള്ള നിയമമായി കഴിഞ്ഞാലും, അതല്ലെങ്കിൽ എത്രമാത്രം മനുഷ്യവിരുദ്ധമായിട്ടുള്ള നിയമമായി കഴിഞ്ഞാലും അതവർക്ക് നടപ്പിലാക്കാനായിട്ട് കഴിയും. കാരണം ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബലൂചിസ്ഥാനിലൂടെ നടക്കുന്ന ഒരാൾ ഒരു പോലീസുകാരനെ പെട്ടെന്ന് അയാളെ കാണുന്നു. പോലീസുകാരന് തോന്നുകയാണ് ഇവൻ ഒരു കലാപകാരിയാണല്ലോ, ഒരു വിമതനാണല്ലോ. അവനപ്പം തന്നെ പോലീസ് അറസ്റ്റ് കൊണ്ടുപോയി അയാളെ ജയിലിലടക്കും. ജയിലിലടച്ച് 90 ദിവസം അങ്ങനെ ജയിലിലടക്കാനും ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്തതുമായ തരത്തിൽ ഈ കരുതൽ തടങ്കൽ നിയമം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ ഭീകരത എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വഴിയെ പോകുന്ന ആരെയും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജയിലിലടക്കാം. പോലീസുകാരന് തോന്നിയാൽ പോലീസുകാരന് ജയിലിലടക്കാം, പട്ടാളക്കാരന് തോന്നിയാൽ പട്ടാളക്കാരന് ജയിലിലടക്കാം, ഭരണകൂടത്തിലെ ആർക്കെങ്കിലും തോന്നിയാൽ അയാളെ ജയിലിലടക്കാം. എന്നുവെച്ചാൽ പൗരാവകാശങ്ങൾ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ കർട്ടൈൽ ചെയ്യുന്നു, വെട്ടിയില്ലാതാക്കുന്നു. അതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ എല്ലാ ഭരണകൂടങ്ങളും എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ള കരുതൽ തടങ്കൽ നിയമമാണ്. ചിലപ്പോൾ ഇതിന് പേരിന് മാറ്റമുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാലോ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യക്കാരെ വഴിയേട് പോകുന്ന ഏത് ഇന്ത്യക്കാരനെയും പിടിച്ച് ജയിലിടാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. റൗളത്ത് ആക്ട് എന്നാണ് ആ ആക്ടിൻ്റെ പേര്. ഈ ആക്ട് അനുസരിച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്താണ്ട് നമ്മളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനായിട്ടുള്ള അവകാശം ഭരണകൂടത്തിനുണ്ടാവുകയാണ് ചെയ്തത്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. വലിയ സമരങ്ങൾ, ആ സമരത്തിൻ്റെ ഒരു പരിണിതിയായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വന്ന സംഭവമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ റൗളത്ത് ആക്ട് എന്ന് പറയുന്നത് ഒരു പൗരനെ, ഒരു മനുഷ്യനെ യാതൊരു വിധമായിട്ടുള്ള പരിഗണനകളുമില്ലാതെ പിറക്കിയെടുത്ത് ജയിലിലടക്കാനായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ കരുനിയമമാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ പാകിസ്ഥാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാണ്? ബലൂചിസ്ഥാൻ പാകിസ്ഥാനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കാലമായി ബലൂചിസ്ഥാനിൽ കലാപം ആരംഭിച്ചിട്ട് സ്വതന്ത്ര ബലൂച്ച് എന്നതാണ് അവരുടെ മുദ്രാവാക്യം. അതുകൊണ്ടാണ് ആ പോരാട്ടം നടത്തുന്നതായിട്ടുള്ള സായുധ പോരാളികൾ, അത് സായുധ കലാപത്തിൻ്റെ സാഹചര്യത്തിലാണത്. ആ സായുധ കലാപം നടത്തുന്നതായിട്ടുള്ള കലാപകാരികളെല്ലാം കൂടി ഒരു പട്ടാളം പോലത്തെ ഒരു സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ കലാപകാരികളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഗറില്ല പോരാളികളുടെ ഒരു സംഘമുണ്ട്. അവരാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. BLA എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത് ഇന്ത്യ പാക് യുദ്ധം നടന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ കലാപകാരികൾക്ക് ശക്തി കൂടിയ കാലമായിരുന്നു. കാരണം അവർക്കെതിരെ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയില്ലാത്ത സമയമാണ്. കാരണം അവരൊക്കെ അതിർത്തികളിലേക്കും അതേപോലെ തന്നെ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകുന്ന സമയം. നമ്മൾ ഒരു പക്ഷേ പ്രതീക്ഷിച്ചത് ഈ സമയത്ത് ബലൂചിസ്ഥാൻ വിമോചിതമാകും എന്നായിരുന്നു. പക്ഷേ നടന്നില്ല. അതിനുള്ളൊരു ആംബിയർ അവർക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോഴും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സായുധ പോരാളികൾക്ക് അല്ലെങ്കിൽ വിമോചന പോരാളികൾക്ക് അതിനുള്ള കരുത്തുണ്ടായിട്ടില്ല. യുദ്ധം കഴിഞ്ഞു. പാകിസ്ഥാൻ അതിൻ്റെ അഭ്യന്തര പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് അവർ തീരുമാനിച്ചു ബലൂചിസ്ഥാനെ ഇപ്പോൾ സ്വതന്ത്രമാക്കേണ്ടതില്ല. അങ്ങനെ സ്വതന്ത്രമാക്കിയ പാകിസ്ഥാൻ്റെ നിലനിൽപ്പില്ലാതായി പോകും. കാരണം എന്താണ്? ആകെയുള്ള പാകിസ്ഥാൻ്റെ 44% ഭൂഭാഗം എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ രണ്ടായി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മൂന്നായി. ഒരു പാകിസ്ഥാനാണ് ബംഗ്ലാദേശ്, മറ്റൊരു പാകിസ്ഥാൻ മറ്റൊരു പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് വരും. ഒരു രാഷ്ട്രം ഇങ്ങനെ ശിഥിലമായി ചെറിയ കഷ്ണങ്ങളായി മാറിക്കഴിയുമ്പോൾ അത് തുണ്ടങ്ങളാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ തുണ്ടങ്ങളുടെ പ്രത്യേകത എന്താണ്? അതിന് കാര്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവില്ല. റിസോഴ്സസ് ഇല്ലാതെ വരുന്ന സമയത്ത്, എന്നുവെച്ചാൽ വിഭവങ്ങളൊന്നും സമാഹരിക്കാൻ ഇല്ലാതെ വരുന്ന സമയത്ത്
അത് ദുർബലമാക്കപ്പെടും. സാമ്പത്തികമായിട്ട് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും. സമ്പത്തില്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പട്ടാളത്തെ തീറ്റിപ്പോറ്റാൻ പണം ഉണ്ടാവില്ല. അവർക്കൊരു പട്ടാളമില്ലാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഒരു തരത്തിലും അവരുടെ അതിർത്തി സംരക്ഷിക്കൽ എന്ന് പറയുന്നത് സാധ്യമല്ലാതായിത്തീരും. ബലൂചിസ്ഥാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇനി വേറെ ഏതെങ്കിലും പ്രവിശ്യ ആ തരത്തിലുള്ള കലാപത്തിന് തയ്യാറാവാനായിട്ടുള്ള സാധ്യത. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ എല്ലാവിധമായിട്ടുള്ള ശേഷിയും ബലൂചിസ്ഥാനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ബലൂചിസ്ഥാനെ വിമോചിതമാകുന്ന സ്വതന്ത്ര രാഷ്ട്രമായി മാറണം എന്ന് പറയുന്ന വിഘടനവാദം. നമ്മളത് അങ്ങനെയാണല്ലോ പറയണം. സിഖുകാരെല്ലാം സിഖുകാർക്ക് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രം വേണം എന്ന് പറയുമ്പോൾ അത് ഖാലിസ്ഥാൻ വാദമാണ്, അത് വിഘടനവാദമാണ്. നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഭീകരനായിട്ടുള്ള ഒരു നേതാവിൻ്റെ കരുത്തിൽ അവർ സ്വതന്ത്ര രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിച്ച സമയത്ത് അന്നത്തെ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചെയ്തത് എന്താണ്? ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ അത് തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. ഭിന്ദ്രന്മാരെ ഒക്കെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ പിന്നാലെ കൂടി ഇന്ദിരാഗാന്ധിയെ അവർ കൊല്ലുകയും ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയാവുകയും ചെയ്യുന്നത്. അത്ര വലിയ സംഭവമാണ്. അതേപോലെ എല്ലാ രാഷ്ട്രത്തിലും ഇത്തരത്തിലുള്ള ചില സംഭവവാസങ്ങൾ ഉയർന്നു വരും. ആ സംഭവവാസങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും. ആ നിയമം കരിനിയമങ്ങളായിരിക്കും. അവിടെ പൗരാവകാശം സംരക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. രണ്ട് തരം അടിയന്തരാവസ്ഥകൾ ഒരു രാഷ്ട്രത്തിൽ ഉയരാറ്. ഒന്ന് ആഭ്യന്തര അടിയന്തരാവസ്ഥ, മറ്റൊന്ന് ബാഹ്യ അടിയന്തരാവസ്ഥ. ഇന്ന് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് പകരമായിട്ട് ബാഹ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രത്തിനകത്ത് കലാപങ്ങൾ ഇതേപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അടിയന്തര ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. പാകിസ്ഥാനിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിട്ടുള്ള സംവിധാനമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ പൗരന്മാരുടെ പൗരസ്വാതന്ത്ര്യം മുഴുവനും വെട്ടിക്കുറക്കുന്ന ഇല്ലാതാക്കുന്നതായിട്ടുള്ള ഈ കരിനിയമം വന്നിരിക്കുന്നത്. ആ കരിനിയമം അനുസരിച്ച് ഏത് പൗരനെയും ഏത് സമയത്തും പട്ടാളക്കാരനോ പോലീസുകാരനോ ഉദ്യോഗസ്ഥനോ ഭരണകൂടത്തിനോ അങ്ങ് നോക്കുന്ന സമയത്ത് ഇവൻ സംശയത്തിൻ്റെ നിഴലിലാണ് എങ്കിൽ അവനെ അപ്പോൾ തന്നെ പൊക്കിക്കൊണ്ടുപോകാം. മനസ്സിലായി? കലാപകാരിയെ കണ്ടു നിൽക്കുന്ന ഒരുത്തിനെയും വേണമെങ്കിൽ പോലീസ് എന്ത് ചെയ്യും? പിടിച്ചകത്തിടും. അവന് ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. അത് ആ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ പാകിസ്ഥാനൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള അതിരുകടന്നായിട്ടുള്ള അധികാര പ്രയോഗത്തിൻ്റെ പ്രശ്നമാണ്.